ഹലോ. ഇപ്രാവശ്യം കുറേ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് ഇഷ്ടം പോലെ ചക്ക കഴിക്കുകയും ചെയ്തു കേട്ടോ. വരട്ടിയായിട്ടും ചക്ക അടയും പുഴുക്കും പിന്നെ മുളക് കാച്ചിയതും ഒക്കെ ആയിട്ട് കുറേ കഴിച്ചു കേട്ടോ. ഇതിങ്ങനെ തന്നെ വെറുതെ ശർക്കര ഇട്ട് വേവിച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ അച്ചാച്ചന് ഏറ്റവും ഇഷ്ടമുള്ളത് ചക്ക ഇങ്ങനെ വെറുതെ ശർക്കര ഇട്ട് വേവിച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കാനായിരുന്നു. അച്ചാച്ചന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊരു കാലത്തിൽ ഇങ്ങനെ വേവിച്ചങ്ങനെ വയ്ക്കും, തീരുന്ന വഴി അറിയില്ല. ഇതിപ്പോൾ ചക്കടയ്ക്കുള്ള പരിപാടിയാണ്. ഞാൻ ചെയ്യുന്നത് ചക്കയിൽ പൊടിയിട്ട് കുഴയ്ക്കുക ചെയ്യുക, അല്ലാതെ പൊടിയിൽ ചക്കയിട്ട് കുഴയ്ക്കുകയല്ല ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ചക്കയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. പിന്നെ അതിൽ നാളികേരവും ജീരകവും ഏലക്കായും ഒക്കെ ചേർത്ത് അങ്ങ് നന്നായി കുഴച്ച് ഇത്തിരി സോഫ്റ്റായിട്ടൊന്ന് കുഴയ്ക്കണം. എന്നാലും ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള ചക്കട കിട്ടുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കണം. ഈ കടലാസ് പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നൈസായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരുപാട് കനത്തിൽ പരത്തി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയ അടയായിട്ട് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ പെട്ടെന്ന് കഴിച്ച് തീരുകയും ചെയ്യുമല്ലോ. ഇത്രയും അടയൊക്കെ അത് ആരാ കഴിക്കാമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇവിടെ അതൊക്കെ പടപടാന്ന് വെച്ചിട്ട് തീരും. വൈകുന്നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഒരെണ്ണം ഉണ്ട് ബാക്കി. അതിങ്ങനെ ഇല ഇങ്ങനെ തുറന്ന് അതിൽ നിന്നൊരു കഷ്ണം പൊട്ടിച്ചങ്ങോട്ട് വായിലേക്ക് വെക്കുമ്പില്ലേ, ഹൗ എന്തപ്പം പറയുക, അതന്നെ. അപ്പോൾ ഈ ചക്കക്കാലം കഴിയുന്നതിന് മുന്നേ എല്ലാവരും ചക്ക അടയും പുഴുക്കും പിന്നെന്താണ് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചക്ക കൊണ്ട് ഉണ്ടാക്കി കഴിക്കട്ടോ.